ഇന്ന് നിങ്ങൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ശുശ്രൂഷ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നതും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത് പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. വിവാഹ ജീവിതത്തിൽ മുന്നേറുന്ന ദമ്പതികൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കുടുംബങ്ങൾ ഒന്നിച്ചൊക്കെ ഈ വീഡിയോ ഒക്കെ കാണാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ മധുവിധം ആഘോഷിക്കുന്ന വധുവരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ അച്ഛനുണ്ടല്ലോ യൂട്യൂബിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താഴത്ത് ഒരമ്മച്ചി മെസ്സേജ് ഇട്ടേക്കാണ്, അച്ഛൻ കല്യാണം കഴിക്കാഞ്ഞാൽ നന്നായിരുന്നു. മനസ്സിലായോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കല്യാണം കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ ഒരു ധ്യാനഗുരു എന്നൊക്കെ പറയുമ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കാണും, അല്ലേ? ശരിയല്ലേ അച്ഛൻ പറഞ്ഞത്? അടുത്ത് കാണും. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നിങ്ങളെക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കാപ്പിപ്പിടി അച്ഛൻ പറയുന്ന പോലെ അച്ഛൻ പറയുമല്ലോ, നമ്മൾ ഒരു കളിക്കളത്തിൽ ഫുട്ബോൾ പ്ലെയർ ആവണമെന്നില്ല, നല്ല റെഫറി ആയാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ വൈദികൻ എന്ന് പറയുന്ന ഒരു ധ്യാനഗുരു എന്ന് പറയുന്ന റെഫറിയാണ്. അങ്ങോട്ട് ഫൗൾ കാണിക്കുമ്പോൾ ഫൗൾ എന്ന് പറയാനും നല്ല കളി കളിക്കുമ്പോൾ ഗുഡ് എന്നൊക്കെ പറയാനും കെൽപ്പുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ഇന്ന് വളരെ പോയിൻ്റ് ടു പോയിൻ്റാണ്, കൃത്യമായിട്ടാണ് പറഞ്ഞു പോകാൻ പോകുന്നത്. കുടുംബജീവിതത്തിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസുകളിലൂടെ ഈ ഒരാഴ്ച ഞാൻ 3 കുടുംബ പ്രശ്നങ്ങളാണ്, ഡിവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്ന 3 ഫാമിലീസിനെയാണ് അച്ഛൻ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഫാമിലി പ്രോബ്ലങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നില്ല, ഒന്നിന് പിറകെ ഒന്നായിട്ട് അവസാനിക്കാതെ ഇങ്ങനെ പോവുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്തെന്നറിയാമോ? ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ ഇടയിൽ ഡിവോഴ്സ് റേറ്റ് കൂടുതലാണ്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. ഈ പ്രണയിച്ച് ഈ ആഴ്ച ഞാൻ കണ്ട 3 പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. 7, 8, 3 വർഷങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമാണ്. പ്രണയിക്കുമ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പരസ്യം മാറി, സിനിമയുടെ ട്രെയിലർ മാറി, സിനിമയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുമ്പോൾ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ, ക്ഷമിക്കാൻ പറ്റാതെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ കുടുംബങ്ങൾ ശിഥിലമായി ഒത്തിരി പോകുന്നുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല, കിട്ടിയാലെല്ലാം ബോണസ് എന്ന നിലയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്തും ക്ഷമിക്കാനും പൊറുക്കാനും ആളുകൾ തയ്യാറായിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞത് ശരിയാണോ? ആണോ? തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എന്നാൽ അറേഞ്ച്ഡ് മാരേജുകളിലും എന്തുണ്ട്, ഡിവോഴ്സുകളുണ്ട്. പക്ഷെ പ്രണയവിവാഹങ്ങളുടെ അത്രയും ഇല്ലെന്നാണ് ഞാൻ ഈ 4 വർഷത്തിൽ കണ്ടത്. ഞാൻ കണ്ടിരിക്കുന്ന എത്രയോ കേസുകൾ പ്രണയിച്ച് 10-18 വർഷമൊക്കെ നടന്നിട്ട് എത്ര തീക്ഷ്ണമായി സ്നേഹിച്ചോ അത്രയും തീക്ഷ്ണമായിട്ട് വെറുക്കുന്ന വിവാഹബന്ധങ്ങളൊക്കെ അച്ഛൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ എഴുതി വെച്ചോ, കുടുംബത്തെ നരകമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? എഴുതി വെച്ചോ, കുടുംബത്തെ നരകമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഈ ലോകം മുഴുവനും കേൾക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നത്. ഒന്നാമത്തേത്, കുടുംബജീവിതത്തെ നരകമാക്കുന്ന ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയില്ലായ്മയാണ്. എഴുതി വെച്ചോ, പ്രാർത്ഥനയില്ലായ്മയാണ് കുടുംബത്തെ നരകമാക്കി മാറ്റുന്ന ഒന്നാമത്തെ കാര്യം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കുടുംബജീവിതം എന്ന് പറയുന്നൊരു ത്രികോണ ബന്ധമാണ്. ഭാര്യ-ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഒരു ത്രികോണ ബന്ധമാണ്. ദൈവം ത്രികോണം ഇങ്ങനെയാണല്ലോ, ദൈവം, ഭാര്യ, ഭർത്താവ്, ദൈവം, ഭാര്യ, ഭർത്താവ്. അപ്പോൾ ദൈവമാണ് ഈ ഭാര്യയെയും ഭർത്താവിനെയും യോജിപ്പിക്കുന്നത്. എപ്പോഴാണോ നമ്മൾ ഈ ദൈവത്തെ എടുത്തു മാറ്റി ഭാര്യയും ഭർത്താവുമായിട്ട് ഒതുങ്ങിക്കൂടുന്നത്, അപ്പോൾ ജീവിതം എന്തായിട്ട് മാറും? നരകമായിട്ട് മാറും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, പ്രാർത്ഥന ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ് ജീവിതം സുഗമമായിട്ട് മാറുക. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും പറ്റും. അച്ഛൻ പറഞ്ഞ ശരിയല്ലേ? നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഡിവോഴ്സൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കാറുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക്. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല. ഒരു കേസ് വന്നത് ഇങ്ങനെയാണ്. ചെറുക്കന് വിയർപ്പ് നാറ്റം കൂടുതലാണ്. സീരിയസ് ആയിട്ടും പറഞ്ഞാണ്, വിയർപ്പ് നാറ്റം കൂടുതലാണ്. എന്ത് ചെയ്യാൻ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയുണ്ടോ? നല്ല ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് 7 അയലത്തെ കൂടി പോയിട്ടില്ല കൊച്ചിന്. ഒരു പ്രാർത്ഥന. നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് ഇന്ന് ഡിവോഴ്സ് വരിക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിശാച് ആക്രമിക്കും. ഈ അടുത്ത കാലത്ത് വന്നൊരു കേസ് ഞാൻ ഓർക്കാണ്. ഈ ചെറുക്കൻ ക്രിസ്ത്യാനിയൊക്കെയാണ്. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരും വേർപാടിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. ഇവൻ പള്ളിയിൽ പോകാൻ ഭാര്യ പറഞ്ഞാൽ പോകത്തില്ല. എത്ര പള്ളിയിൽ പോകാൻ പറഞ്ഞാലും അവൻ പോകത്തില്ല. ഇനി അബദ്ധവശാൽ ദുഃഖവെള്ളിയാഴ്ചയായിട്ട്, ഈ അടുത്ത കാലത്ത് ദുഃഖവെള്ളിയാഴ്ച അവൻ പോയി പള്ളിയിൽ. പക്ഷെ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പള്ളി കയറാൻ പറ്റണില്ല. നേരെ കൊച്ചിനെ എടുത്തുകൊണ്ട് ചായക്കടയിലേക്ക് പോയി. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന സാധനം അവനില്ല. വേറൊരു കേസിൽ ഞാൻ ഓർക്കുകയാണ്. പെണ്ണ് എന്നോട് പറയണം, അച്ഛാ എൻ്റെ ചേട്ടായി പള്ളിയിൽ പോകത്തില്ല. ഞാൻ അവനോട് പറഞ്ഞു, എന്താടാ പള്ളിയിൽ പോകാത്തത്? പള്ളി കയറിയ പള്ളിയിലെ മൈക്കിൻ്റെ സ്വരം എനിക്ക് പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, സിനിമാ തിയേറ്ററിൽ പോവും? അത് കുഴപ്പമില്ല എനിക്ക്. മനസ്സിലായോ? സിനിമാ തിയേറ്ററിൽ സ്വരം ഇല്ലല്ലോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു പ്രാർത്ഥനയില്ല, അവനൊരു പ്രവൃത്തിയില്ല. നല്ല മദ്യപാനിയാണ്, നല്ല മദ്യപാനി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇതിൽ നിന്നൊക്കെ കയറി വരണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. നിൻ്റെ ഭാര്യയോടൊപ്പം ഞായറാഴ്ചയ്ക്ക് പള്ളിയിൽ പോകണം. ഒരുമിച്ച് പള്ളിയിൽ പോയി ഒരുമിച്ചിരുന്നൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ചിന്ത എന്താ? കുടുംബത്തെ നരകമാക്കി മാറ്റുന്ന ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയെന്ന് പറയരുത്, പ്രാർത്ഥന ഇല്ലായ്മയെന്ന് പറയണം കേട്ടോ. പ്രാർത്ഥനയാണ് സ്വർഗമാക്കി മാറ്റുന്നത്. പ്രാർത്ഥന ഇല്ലായ്മ നമ്മളെ നരകമാക്കി മാറ്റും. നിങ്ങൾ എത്ര പണമുണ്ട്, എത്ര പ്രതാപമുണ്ട്, എത്ര കഴിവുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് വച്ചാലും അച്ഛൻ പറയും, പ്രാർത്ഥന ഇല്ലെങ്കിൽ കുടുംബം എവിടെയെങ്കിലും വെച്ചൊക്കെ പൊളിയുന്നേ. എത്ര നാൾ നിങ്ങളിൽ തന്നെ ആശ്രയിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? പ്രാർത്ഥിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ആ ഇംഗ്ലീഷ് ചൊല്ലെന്താണ്? ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തേത് പ്രാർത്ഥനയില്ലായ്മയാണ്. പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങൾ ടീച്ചർമാരും മുതിർത്ത അമ്മച്ചിമാരൊക്കെ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും പെങ്കൊച്ചുങ്ങളും ആൺകുട്ടികളൊക്കെ കെട്ടി വരുന്നുണ്ടെങ്കിൽ ഇരുത്തി ഈ പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ പോയിന്റ് ഇല്ലാത്ത കുടുംബങ്ങളാണ് മിക്കവാറും തകർന്നു പോകുന്നത് കേട്ടോ. ഒന്നാമത്തേത് പ്രാർത്ഥന ഇല്ലായ്മയാണ്. രണ്ടാമത്തേത് മന്ദത, അലസത. രണ്ടാമത്തേത് മന്ദത, അലസത. കുടുംബജീവിതം തകർക്കുന്ന, നരകമാക്കി മാറ്റുന്ന രണ്ടാമത്തെ കാര്യം മന്ദത, അലസത. അലസതയും മടിയും ജീവിത പങ്കാളികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബം എന്തായി മാറും? നരകം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, വൃത്തി വേണം. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ മിലിറ്ററിക്കാരെയും പോലീസുകാരെയൊക്കെ പഠിപ്പിക്കുന്ന എന്താ? സെമിനാരിയിലും പഠിപ്പിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ബെഡ് വിരിക്കണം. ചില വ്യക്തികളെയൊക്കെ നമുക്കറിയാം, കാലിൻ്റെ അടിയിൽ പുതപ്പ് ചവിട്ടി കൂട്ടി വെച്ചിട്ടുണ്ടാവും, തലവണ അപ്പുറത്തെ മുറിയിൽ എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും, പാത്രം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛനെ കേൾക്കുന്ന അമ്മമാരോട് പറയണം, വളരെ വൃത്തിയായിട്ട് എല്ലാ മുറികളും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനും പെണ്ണും കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞാൽ, അച്ഛൻ ഇവക്ക് ഒരു വൃത്തിയില്ല. രാവിലെ 8-8:30 എഴുന്നേക്കും. എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. മിക്കപ്പോഴും പുറത്താണ്. ഭയങ്കര മടിയാണ്, അലസതയാണ്. അലസതയും മടിയും കൊണ്ട് കുറേ ജീവിതങ്ങൾ നരകതുല്യമായിട്ട് മാറാനുണ്ട്. കെട്ടാൻ പോകുന്ന പെൺകുട്ടികളോടൊക്കെ
കെട്ടാൻ മുട്ടി നിൽക്കുന്ന ചെറുക്കന്മാരോടൊക്കെ അച്ഛൻ പറയാണ്, വൃത്തി വേണം, അലസതയും മടിയൊക്കെ എടുത്തു മാറ്റണം. കൈവീശ്. അലസതയും മടിയൊക്കെ എടുത്തു മാറ്റാൻ പരിശ്രമിക്കണം. പിന്നെ കുറേ പേരുണ്ട്, ഉറക്കം വരുന്നുണ്ടോ, ക്ഷീണം വരുന്നുണ്ടോ, മടുക്കുന്നുണ്ടോ? കുറേ ചെറുക്കന്മാർ ഉണ്ട് പണിക്ക് പോകാത്തവർ. മനസ്സിലായോ? പണിക്ക് പോകാതെ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്നവർ, ഒരു പണിക്കും പോകില്ല. പാവപ്പെട്ട ഭാര്യ പണിയെടുത്ത് കുടുംബം നോക്കണം. അങ്ങനെ എത്ര കുടുംബമുണ്ട്. ഈ അടുത്ത് വന്ന ഒരു കുടുംബം ഓർക്കാം, അവൻ മുഴുക്കുടിയൻ എന്ന് പറഞ്ഞാൽ മുഴുക്കുടിയൻ. ഈ പെണ്ണ് അധ്വാനിച്ച് പൈസ മുഴുവനും ഇവന് കൊണ്ടുവന്ന് കൊടുക്കണം. മുഴുവനും പൈസ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ ഇടി ബോണസായിട്ട്. സഹിച്ച് കുറേ നാൾ നിന്നു. അവസാനം വീട്ടുകാരോട് പറഞ്ഞു. പിന്നെ വീട്ടുകാർ നമ്മളുടെ അടുത്ത് അവളെയും കൊണ്ട് വന്നു. പിന്നെ അവനെയും വിളിച്ചു കൊണ്ടുവന്നു. നല്ല പൂശി ഞാൻ അവനെ നന്നായിട്ട് കൊടുത്തുകയാണ്. പണിയെടുക്കണം മടിയാന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചെറുക്കൻ ശരിയായി കേട്ടോ. ഒന്നാമത്തെ അതാ നമ്മൾ മടിയും അലസതയൊക്കെ മാറ്റണം. പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മടിയാണ്. കുടുംബങ്ങളിൽ ദാരിദ്ര്യമാണെന്ന് ഇങ്ങനെ കുമ്പിട്ടിരിക്കാണ്ട് കണ്ണ് തുറന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജോലി അവസരങ്ങൾ 100 ഒന്നും വേണ്ട, കൂലിപ്പണിക്ക് പോയാൽ മതി, പൈസ കിട്ടും. മടിയാണ്, സാധ്യതയില്ല എന്നും പറഞ്ഞിട്ട് വീടിൻ്റെ അകത്ത് കതകം പൂട്ടിയിരുന്ന ഒന്നും കിട്ടത്തില്ല, ചക്കക്കുരു മാത്രമേ കിട്ടുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോടൊന്ന് നോക്കി പറഞ്ഞേ, മടിയും അലസതയും വേണ്ടെന്ന് പറഞ്ഞേ, ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞേ. നോക്കി ചേട്ടാ ഒന്ന് നോക്കി ചിരിക്കി. വെരി ഗുഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തേത് കുടുംബത്തെ നരകമാക്കി മാറ്റുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥനയില്ലായ്മയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് മന്ദത, അലസത കേട്ടോ. മന്ദതയും അലസതയുമാണ് നമ്മളുടെ കുടുംബജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന രണ്ടാമത്തേത്. മൂന്നാമത്തെ എഴുതിക്കോ, ബന്ധുക്കൾ, ശത്രുക്കൾ. ഏത് സിനിമയുണ്ടെന്ന് തോന്നണല്ലേ? ബന്ധുക്കൾ ശത്രുക്കൾ ഉണ്ടോ? ഉണ്ട്. അതാണ് ബന്ധുക്കൾ ശത്രുക്കൾ. നമ്മുടെ കുടുംബങ്ങളെ നരകതുല്യമാക്കി മാറ്റുന്ന മൂന്നാമത്തെ ആളുകൾ ബന്ധുക്കൾ ശത്രുക്കളാണ്. എത്ര കുടുംബങ്ങളാണ്? ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കുള്ളൂ. അവനൊന്ന് അവളെ തോണ്ടി, അവളപ്പം തന്നെ വിളിച്ച് അപ്പനെ വിളിച്ച് പറയും, അപ്പാ എന്നെ കവളമടലിനടിച്ചു. ഇവിടെ തോണ്ടിയിട്ടുണ്ടാവുള്ളൂ ചെറുക്കൻ. അപ്പം തന്നെ വണ്ടി വിളിച്ച് 2 വണ്ടി വിളിച്ച് എല്ലാം കൂടി ഇവിടെ വരും. ചെറുക്കനെ പൂശി കിട്ടി. അവസാനം പറയും, ഐ ഡിവോഴ്സ് യു. അപ്പം തന്നെ ഡിവോഴ്സ്. കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് അതാ. ചെറിയ പ്രശ്നം ഉണ്ടായുള്ളൂ, പെണ്ണും ചെക്കനും കൂടി. അവർ തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. നേരെ അപ്പനെ വിളിച്ചു. അപ്പം വന്നു, അപ്പൻ്റെ കൂടെ അനിയനും വന്നു, അനിയത്തിയും വന്നു. അനിയൻ വന്ന് സംസാരിച്ചില്ല, ആദ്യം കയറി ഇടിയാണ് അളിയനെ. പിന്നെ അപ്പനും നന്നായിട്ട് ഇവനും തിരിച്ചിടിച്ചു. ഇടിയോടിയിടി കൂട്ടയിടി. പിന്നെ അമ്മയ്ക്കും കിട്ടി അവസാനം. എല്ലാവരും കൂടി ഇറങ്ങി. പിന്നെ എന്നെ വിളിച്ചെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെറിയ പ്രശ്നം ഉണ്ടായുള്ളൂ, ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ അപ്പം പറയുന്നതെന്ന് അറിയാമോ, ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ ഇനി വീട്ടിലോട്ട് മരണം വരെ കയറണ്ടെന്ന്. തീർന്നില്ലേ? ബന്ധുക്കൾ ശത്രുക്കൾ. ഇതേ കെട്ടാൻ പോണ പെണ്ണുങ്ങളോടും ചെറുക്കന്മാരോടും അച്ഛൻ സങ്കടത്തോടെയും വിനയത്തോടെയും പറയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ബോക്സിങ് ചെയ്ത് അവസാനിപ്പിച്ചോളണം. അൺലെസ് ഇറ്റ് ഈസ് ടു സീരിയസ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അത് ഗാർഹിക പീഡനങ്ങൾ, ഇനി നിങ്ങൾക്ക് സ്ത്രീധനത്തിൻ്റെ പേരിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ഭക്ഷണം, കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്ന് ഓർക്കണില്ലേ ടി വിയിൽ, ആ പെങ്കൊച്ചിന് ഭക്ഷണം കൊടുക്കൂലായിരുന്നു, മരിച്ചത് ഭക്ഷണം കൊടുക്കൂലായിരുന്നു. മരിക്കുമ്പോൾ 20 കിലോ 21 കിലോ ഉണ്ടായുള്ളൂ. ആ സ്ത്രീ ഭക്ഷണം കൊടുക്കൂലായിരുന്നു. ഗാർഹിക പീഡനം മൂലം ചെറുക്കനും അമ്മായിയമ്മയും കൂടി പീഡിപ്പിച്ച് കൊന്നത് കേട്ടോ. അങ്ങനെയൊക്കെ സിവിയർ കേസുകളിൽ അല്ലാതെ ചെറിയ ചെറിയ കേസുകൾ, നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കേസുകളിൽ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കാൻ പരിശ്രമിക്കുക. കയ്യൊന്ന് വീശിയേ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞു. ബന്ധുക്കൾ ശത്രുക്കൾ. പിന്നെ ഇതിനു മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനോടൊപ്പം ചേർത്ത് പറയാണ്, നാത്തൂന്മാരോട് അച്ഛൻ ദൈവം ഏത് പറയാണ്, നിങ്ങൾ ഈ നിങ്ങളുടെ സഹോദരൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ നിന്ന് ഇടപെടണ്ട. മനസ്സിലായോ?
ഒരു കേസ് ഞാൻ ഓർക്കാണ്. ഈ ചെറുക്കനുണ്ടല്ലോ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ ഇടുന്നത് ഈ നാത്തൂൻ മേടിച്ചു കൊടുത്ത ഷർട്ട് മാത്രമേ ഇവൻ ഇടുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഭാര്യ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോടെ അവൻ പറയും, ഇത് ശരിയാവില്ല, ചേച്ചി എടുത്ത് അത്രയും ശരിയായിട്ടില്ല, ചേച്ചിയാണ് എനിക്കെല്ലാം മേടിച്ചു തരിക, ചേച്ചിക്ക് മാത്രമേ എൻ്റെ മനസ്സറിയുള്ളൂ. അവളാകെ തകർന്ന് തരിപ്പിടുമായി പോയി. അപ്പോൾ അതുകൊണ്ട് ഈ നാത്തൂന്മാർ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ആങ്ങളമാരുടെ ജീവിതത്തിൽ കയറി ഇടപെടണ്ട. ഈ നാത്തൂന്മാർ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തോരോന്നറിയാം. പിന്നെ അമ്മായിയമ്മ പോരുണ്ടോയെന്ന് അറിയത്തില്ല. മലപ്പുറത്തില്ല, എന്തെന്നാലും എനിക്കറിയാതെ. കോഴിക്കോടുണ്ടോയെന്ന് എനിക്ക് ടീച്ചറുണ്ടോ? കോഴിക്കോടില്ല. അപ്പോൾ കണ്ണൂർ മാത്രമേ ഉള്ളൂ. പിന്നെ എറണാകുളത്തും. ഞാൻ എറണാകുളംകാരനായതുകൊണ്ട് എറണാകുളത്തും കണ്ണൂരേ ഉള്ളൂ. മറ്റ് ജില്ലകൾ എനിക്കറിയത്തില്ല. പാലക്കാടുണ്ടോ? പാലക്കാട് ഇല്ല. അമ്മായിയമ്മ അല്ല, 2 മക്കളുടെ ഇതാണ് കേട്ടോ. പാലക്കാടും ഇല്ല. അപ്പോൾ ആയിക്കോട്ടെ. ഈ അമ്മായിയമ്മ പോര് ശ്രദ്ധിക്കണം. അമ്മായിയമ്മമാരുടെ ഒരു കാര്യം പറയട്ടെ അച്ഛൻ. അതായത് നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ മക്കളെ വളർത്തിയതായിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം അമ്മായിയമ്മമാർ. കുഞ്ഞുനാൾ മുതൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിയതായിരിക്കാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മേൽ അധികാരമില്ല. അമ്മണിയമ്മേ മനസ്സിലാവണ്ടോ? കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മേൽ അധികാരമില്ല. നിങ്ങൾ ഒരു അഭിപ്രായവും പറയാൻ പോകണ്ട. ആ പെൺകുട്ടിയുടെയാണ് അധികാരവും അഭിപ്രായവും. ഇപ്പോൾ അമ്മ കൊണ്ടുപോയി ഒരു പച്ച ഷർട്ട് കൊണ്ടുപോയി കൊടുക്കും ചെറുക്കനെ. പെണ്ണ് കൊണ്ടുപോയിട്ട് ഒരു നീല ഷർട്ട് കൊണ്ടേ കൊടുക്കും. ചെറുക്കനെടുക്കേണ്ടത് ഏത് ഷർട്ടാ? നീല എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? പെണ്ണിൻ്റെ അഭിപ്രായമാണ് ഒന്നാം സ്ഥാനം. കാരണം വചനം പറയുന്നുണ്ടല്ലോ, ഉൽപ്പത്തി 2:24, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും. അണ്ടർലൈൻ, ചേരും. അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾ കഴിഞ്ഞ മാസം ഒരു വയനാട്ടിൽ നിന്ന് ഒരു കേസ് വന്നത് ഓർക്കാണ്. ഈ സ്ത്രീക്ക് നിർബന്ധമാണ്, എവിടെ പോയാലും പറയണം, എവിടെ പോയാലും കാറിൻ്റെ പുറകെ കൊണ്ടുപോകണം. ഏത് ഹോട്ടലിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അവർക്ക് ഒരുമിച്ചൊക്കെ പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? വലിഞ്ഞു കയറി എല്ലായിടത്തും കയറി ഇടപെടും. എന്നിട്ട് അവസാനം പൊറുതി മുട്ടി ഈ പെങ്കൊച്ച് പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, ഞങ്ങൾ ബെഡ്റൂമിലെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുത്ത്, എല്ലായിടത്തും വലിഞ്ഞു കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവർ മാനസികമായിട്ട് പൊട്ടിത്തെറിച്ചു. തലയൊക്കെ കൊണ്ടുപോയി ഭിത്തിയിലടിച്ച് ഈ പെങ്കൊച്ച് പേടിച്ച് വിറച്ച് എന്നെ വിളിച്ച, എൻ്റെ പൊന്നച്ച ഞാൻ അവസാനം ഗതികെട്ട് പറഞ്ഞതാണ്, ഈ തള്ളയാണെങ്കിൽ ഒരു സൗകര്യവും തന്നില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബന്ധുക്കൾ, ശത്രുക്കൾ, അമ്മായിയമ്മമാരെ, നിങ്ങൾ ഒരു കാര്യമില്ല, നിങ്ങളുടെ മരുമക്കളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അത്. നിങ്ങൾ അനാവശ്യമായിട്ട് അവരെവിടെ പോയാലും കയറി വലിഞ്ഞ് പോകണ്ട. അവർ വിളിച്ചാൽ വന്ന് കയറുക, പോകുക എന്നല്ലാതെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണ്ട. അൺലെസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ടു സീരിയസ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഇടപെടുക. അല്ലാതെ നമുക്ക് ആർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഇടപെടേണ്ട കാര്യമില്ല. ഇനി ഇടപെട്ട് കഴിയുമ്പോഴായിരിക്കും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുക. പിന്നെ കുറുമ്പികളായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട്. അമ്മായിയമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ എത്രയോ കേസുകൾ കണ്ടിരിക്കുന്നു. ഇടിക്കും, ചവിട്ടും, ഭക്ഷണം കൊടുക്കൂല. പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ അമ്മായിയമ്മമാരെ അച്ഛൻ കണ്ടിട്ടുണ്ടെന്നറിയോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കെട്ടാൻ നിൽക്കുന്ന പെൺകുട്ടികളോട് കയറി ചെന്ന് കഴിയുമ്പോൾ ഓർക്കേണ്ടത്, ഇത്രയും നാൾ നിൻ്റെ ഭർത്താവിനെ വളർത്തിക്കൊണ്ടു വന്ന അമ്മയാണ്. ആ അമ്മയെ സ്നേഹത്തോടെ കരുതാനായിട്ട് പരിശ്രമിക്കുക. ഗീവ് ആൻഡ് ടേക്ക്. അമ്മയെ സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുള്ളൂ. നമ്മൾ മുതുക്ക് കൊടുത്താൽ മുതുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയൊന്ന് വീശിയേ. ജീവിതത്തെ, കുടുംബത്തെ നരകമാക്കി മാറ്റുന്ന 3 ചിന്തകൾ എന്തൊക്കെയായിരുന്നു? പ്രാർത്ഥനയില്ലായ്മ, എന്തോ മന്ദത, അലസത. 3 ബന്ധുക്കൾ, ശത്രുക്കൾ. കേട്ടോ, ബന്ധുക്കൾ, ശത്രുക്കൾ. ഇനി 4-മത്തേത് എഴുതി വെച്ചോ, കർക്കശ പ്രകൃതി. കർക്കശ പ്രകൃതി ഇത് കുറച്ച് കഠിനമായ ഭാഷയാണ് മലയാളം കേട്ടോ. കർക്കശ പ്രകൃതി. അതായത് നമ്മളെ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ഈഗോ ഒന്നും തലയെ കയറ്റി പിടിച്ച് നടക്കരുത്. ഞാൻ ചെറുതാവില്ല എന്നുള്ള ചിന്തയിൽ നിൽക്കരുത്.
ഇത് നോക്കിയേ, 2 തട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് താഴണം. താഴാതെ ഒരിക്കലും തൂക്കം ശരിയാവില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് താഴണം. ഒന്നുകിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലുമൊക്കെ താഴുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. എത്ര കേസുകളുണ്ടെന്നറിയാമോ? 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷമൊക്കെ വേർപിരിഞ്ഞ് താമസിക്കും. ചോദിച്ചു വരുമ്പോൾ ഈഗോ ആയിരിക്കും. ഈഗോ, അവൻ ആദ്യം വിളിക്കട്ടെ, അവൾ ആദ്യം വിളിക്കട്ടെ എന്നുള്ള ചിന്ത തലക്കാത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? വിളിക്കൂല, മിണ്ടാതിരിക്കില്ല. പോയപ്പോൾ ആർക്ക് പോയി? പോയപ്പോൾ ആർക്ക് പോയി? ഹലോ, പോയപ്പോൾ ആർക്ക് പോയി? അവർക്ക് പോയി. കയ്യൊന്ന് വീശേ. പോയപ്പോൾ അവർക്ക് പോയി. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ തർക്കിച്ചും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം വിളിക്കാനും എളിമപ്പെടാനൊക്കെ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞു. കർക്കശ പ്രകൃതി കേട്ടോ, കർക്കശ പ്രകൃതി. അടുത്ത എന്ത് ഇതാണ്? നിരാശ. ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന മറ്റൊരു കാര്യമാണ് നിരാശ. നിരാശ മൂലം തകരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും ലവ് മാരേജിലാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അറിയുക ഭർത്താവ് കുടിയനാണെന്ന്. മനസ്സിലായോ? ഭർത്താവ് കുടിയനാണെന്ന്, അല്ലെങ്കിൽ പെണ്ണ് അത്ര ശരിയല്ലെന്ന്, പെണ്ണിന് പരദൂഷണം അല്ലെങ്കിൽ എന്താണ് സംശയരോഗമൊക്കെ ഉണ്ടെന്ന്. സംശയരോഗമൊക്കെ വന്നാൽ ജീവിതം തീർന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, ചെറുക്കനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. അങ്ങനെ സംശയരോഗം ഉണ്ടെന്ന്, മദ്യപാനം ഉണ്ടെന്ന്, മാനുഷികമായ ബലഹീനതകളുണ്ടെന്ന്. അപ്പം നമ്മളങ്ങോട്ട് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കും ഇനി ഇത് മാറില്ല. അയ്യോ, നിരാശയായി. അവൻ്റെ സംശയരോഗം മാറില്ല, അവളുടെ സംശയരോഗം മാറില്ല, അവൻ്റെ മദ്യപാനം മാറില്ലെന്ന് കണ്ണും മൂട്ടി അങ്ങോട്ട് ആഴത്തിൽ അങ്ങോട്ട് വിശ്വസിച്ച് ഉറപ്പിച്ച് സീലടിച്ച് വയ്ക്കും. അപ്പോൾ നിരാശ വരും. നിരാശപ്പെടണ്ട. നമ്മുടെ കർത്താവിന് മാറ്റാൻ പറ്റാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കർത്താവിനെ നോക്കി പറഞ്ഞേ, കർത്താവേ, അങ്ങേക്ക് മാറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല. ക്ലിയറായിട്ട് മനസ്സിലായല്ലോ? അവസാനം പറഞ്ഞതാണ് അച്ഛൻ നിരാശ കേട്ടോ. നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തമായി ഇടപെടാനായിട്ട് കഴിയും. അടുത്തത് അതൃപ്തി. എഴുതി വയ്ക്കുക. അതൃപ്തി. ചില വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തുണ്ടാക്കിയാലും ഒരു തൃപ്തി ഉണ്ടാവില്ല. എന്തുണ്ടാക്കിയാലും ഒരു തൃപ്തിയില്ലാത്ത ആളുകൾ. തന്തൂരി ചിക്കൻ വെച്ച് കൊടുത്താലും പറയും ഇത് കേടായ ചിക്കനാണെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? എന്ത് വെച്ചാലും ഒരു തൃപ്തിയില്ലാത്ത ആളുകൾ. മട്ടൻ കറി വെച്ചാലും പറയും ഇത് മുരിങ്ങാക്കോല് കറി പോലെ ഇരിക്കുന്നെന്ന് പറയും. മനസ്സിലായോ? ഒരു തൃപ്തിയില്ലാത്ത ആളുകൾ. വെറുതെ പപ്പടമൊക്കെ നമ്മൾ ചുട്ട് കൊടുത്താലും പറയും പപ്പടം പൊങ്ങിയില്ലല്ലോ എന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളുകൾ. ചമ്മന്തിക്ക് ഉപ്പില്ലല്ലോ എന്ന് പറഞ്ഞു ഉപ്പ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒരു സ്വൈര്യം കൊടുക്കാത്ത അതൃപ്തിയോടെ ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പിന്നെ വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ജീവിത പങ്കാളിയെ കമ്പയർ ചെയ്യരുത്. വലിയൊരു അപകടമാണ്. അതായത് ഇപ്പോൾ ജീവിത പങ്കാളി ഇപ്പോൾ എൻ്റെ ഭാര്യയോട് പറയാണ്, അപ്പുറത്തെ വീട്ടിലെ കുമാരൻ്റെ ഭാര്യ എന്ത് സുന്ദരിയാണ്, നിനക്ക് അത്ര സൗന്ദര്യമില്ല. മനസ്സിലായോ? അപ്പുറത്തെ വീട്ടിലെ ജെയിംസിൻ്റെ അല്ലെങ്കിൽ കരുണാകരൻ്റെ ഭാര്യ എത്ര നന്നായിട്ട് ഭക്ഷണം വയ്ക്കും, നിനക്ക് ഒന്നും വെക്കാൻ അറിയത്തില്ല. കമ്പയർ ചെയ്യരുത്. കുടുംബജീവിതത്തിൽ കമ്പയർ ചെയ്ത് അവിടെ തുടങ്ങി തകർച്ച. അല്ലെങ്കിൽ പറയും അപ്പുറത്തെ വീട്ടിലെ ജോസേട്ടൻ എത്ര മനോഹരമായിട്ടാണ് പാട്ട് പാടുന്നത്, തൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ തോന്നത്തില്ലെന്നും പറയരുത്. കമ്പയർ ചെയ്യരുത്. ഒരിക്കലും കുടുംബജീവിതത്തിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യരുത്. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവം അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, കുടുംബജീവിതത്തിലെ ജീവിത പങ്കാളിയുടെ കുറ്റം പുറത്തുള്ള ആളുകളോടൊന്നും പറയരുത്. മനസ്സിലായോ? ഈ വ്യക്തികൾക്ക് വരെ ചെവിയുണ്ടെന്നുള്ളതാണ് സത്യമാണ്. കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അടിയിട്ടും രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അടി കിട്ടും. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മേരി ചേച്ചിയുടെ അടുത്ത് എന്നിട്ട് എൻ്റെ കെട്ടിയാൻ ഭയങ്കര കുട്ടിയാണ്, ഒരാഴ്ചക്കുള്ളിൽ വികാരിച്ചതിൻ്റെ ചെവിയിലെത്തും. ചിലപ്പം ഡീസൻ്റ് കുടിയനൊക്കെ ആയിരിക്കുള്ളൂ. ഈസ്റ്ററിനോ ക്രിസ്മസിനൊക്കെ കുടിക്കുള്ളായിരിക്കും. വികാരിച്ചതിൻ്റെ അടുത്ത് എത്തുമ്പോൾ എല്ലാ ദിവസവും കുടിച്ചിട്ട് അവൾ ഇടിയാണെന്നായിരിക്കും ആൾക്കാർ പറഞ്ഞു വരുമ്പോഴേക്കും അവിടെ എത്തുക. ഒരിക്കലും നമ്മളെ ജീവിത പങ്കാളിയുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പങ്കുവയ്ക്കരുത്, പറയരുത്. എത്ര വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിലും ജീവിത പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ പങ്കുവയ്ക്കരുത്. പങ്കുവയ്ച്ചു കഴിഞ്ഞാൽ ജീവിതം എന്തായിട്ട് മാറും?
നരകമായിട്ട് മാറും. പതിയെ പതിയെ നമുക്ക് തന്നെ അത് ഉപദ്രവമായിട്ട് മാറും കേട്ടോ. ഒരു കൂട്ടുകാരനോടോ ഒരു കൂട്ടുകാരിയോടോ ജീവിത പങ്കാളിയുടെ കുറവുകൾ, നമ്മൾ എന്ത് വലിയ കുറവുണ്ടെങ്കിലും ജീവിത പങ്കാളിയുടെ കുറവുകൾ നമ്മൾ പങ്കുവയ്ക്കരുത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ജീവിത പങ്കാളിയുടെ കുറവ് നിങ്ങൾ പങ്കുവെച്ചെന്ന് വിചാരിച്ചോ. ഇപ്പോൾ മേഴ്സി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മേഴ്സി ഉണ്ടോ ആരെങ്കിലും? ഇല്ല. അപ്പം ഇല്ല. ഉണ്ടോ? മേഴ്സിയാണോ? അല്ല. മേഴ്സി ചേച്ചിയുടെ ഭർത്താവിൻ്റെ കുറ്റം ആനി ചേച്ചിയോട് പറഞ്ഞെന്ന് വിചാരിച്ചോ. ആനി ചേച്ചിയോട് പറഞ്ഞെന്ന് വെച്ചോ. ആനി ചേച്ചിയുടെ ഭർത്താവായ ആന്റണി ചേട്ടനോട് പറഞ്ഞു എന്ന് വിചാരിച്ചോ. ആന്റണി ചേട്ടൻ നമ്മുടെ മേഴ്സി ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണെന്ന് വിചാരിച്ചോ. കാര്യം പിടി കിട്ടിയോ? ലേലു വല്ലു ആയി. എങ്കിലും കാര്യം എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പിടികിട്ടും. നേരെ ആന ചേച്ചിയുടെ ഭർത്താവ് മേഴ്സി ചേച്ചിയുടെ ഭർത്താവിനോട് ഇങ്ങനെ തന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞല്ലോടോ എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി പോകും കേട്ടോ. കുടുംബത്തിൻ്റെ തകർച്ച അവിടെ ആരംഭിക്കും. അതുകൊണ്ട് ഒരിക്കലും ജീവിത പങ്കാളിയുടെ കുറവുകൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. ആരോടെങ്കിലും കുറവുകൾ പറയണമെങ്കിൽ നേരെ വരിക, ഈശോയോട് പറയുക, ഈശോയെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഈ കുറവുണ്ട്, അങ്ങ് ഈ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ. കാരണം എന്താ, നമുക്ക് നോക്കിയ ജീവിത പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആയിരിക്കും. അതായത് എനിക്കല്ല, ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ റോസമ്മ ടീച്ചറിന് കൂടുതലുകളുണ്ടല്ലോ. ഈ കൂടുതലുകൾ കൊണ്ട് ജോണി ചേട്ടൻ്റെ കുറവുകൾ നികത്താനും ജോണി ചേട്ടൻ്റെ കൂടുതലുകൾ കൊണ്ട് റോസമ്മ ടീച്ചറിൻ്റെ കുറവുകൾ നികത്താനായിരിക്കും ദൈവം ആഗ്രഹിക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവരോടും നോട്ടീസ് അടിച്ചാൽ ശരിയാവോ? എങ്ങനെ നികത്താൻ പറ്റത്തില്ലല്ലോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയൊന്ന് വീശിയേ. ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താ? പോയിന്റ് എന്താ? അതിനു മുമ്പ് പറഞ്ഞെന്താ? പെന്തക്കോസ്ത് അമ്മണിയമ്മ എന്തോ അടിച്ചു വിടണ്ട്. എന്ത് ചോദിച്ചാലും ഉത്തരം പറയും. പക്ഷേ എന്താ പറയണം? ഉണ്ടംപൊരി എന്നാറ്റേ പറഞ്ഞെന്നാണ്. പിന്നെ ഏറ്റവും ആദ്യത്തെ എന്താ? പ്രാർത്ഥനയില്ലായ്മ. 2 മന്ദത, അലസത. 3 4 കർശന പ്രകൃതി. 5 നിരാശ. 6 അതൃപ്തി. ഇനി 7 കഴിഞ്ഞ ചരിത്രത്തെ കുറ്റപ്പെടുത്തുക. കഴിഞ്ഞ ചരിത്രത്തെ കുറ്റപ്പെടുത്തുക. ഇന്നത്തെ യുവതലമുറകൾ ചെയ്യുന്ന വൺ ഓഫ് ദ മണ്ടത്തരങ്ങളിൽ ഒന്നാണിത്. ഇപ്പോൾ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്. പ്രണയവിവാഹമൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, പെണ്ണ് കാണാൻ ചെന്നേക്കാണ്. അപ്പോൾ ചെറുക്കൻ പറയും, മൈ ഡിയർ ഡാർലിംഗ്, നമുക്ക് നമ്മുടെ പഴയ ജീവിതകാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഓപ്പൺ ചെയ്യൂ, നിൻ്റെ ഹൃദയം ഓപ്പൺ ചെയ്യൂ, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ അവളും പറയും, പൊന്നു ചേട്ടാ, സുന്ദരനായ ചേട്ടാ, ചേട്ടൻ്റെ ഇന്നലെകളെ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾ എന്നോടൊന്ന് തുറന്നു പറയും. എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എത്ര പേരെ തേച്ചു, എത്ര പേര് ഇപ്പോഴും കൂടെയുണ്ട്. ഓപ്പൺ ചെയ്യൂ, ഹൃദയം ഓപ്പൺ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യും. കുറേ മണ്ടന്മാർ ഇതിൽ കുടിക്കുന്നുണ്ട്, കുറേ പൊട്ടി പെണ്ണുങ്ങൾ ഇതിൽ കുടിക്കുന്നുണ്ട്. ഞാൻ നല്ല റെഫറി ആയതുകൊണ്ട് പറയാണ്, കുറേ എണ്ണങ്ങൾ കുടിക്കുന്നുണ്ട്. ഇതുങ്ങൾ ഓപ്പൺ ചെയ്യും, എല്ലാം ഓപ്പൺ ചെയ്യും. ഞാൻ ആകെ 7 പേരുടെ കൂടെ ചേട്ടാ പോയിട്ടുള്ളൂ, ഞാൻ 5 പേരെ തേച്ചിട്ടുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞ് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കല്യാണം കഴിയും. കല്യാണം കഴിഞ്ഞ് മരണത്തിൻ്റെ അവസാന മിനിറ്റ് വരെ പറയും, എടീ നീ 7 പേരുടെ കൂടെ പോയിട്ടില്ലേ, ഏട്ടാ നീ 8 പേരുടെ കൂടെ പോയിട്ടില്ലേ, നീ അന്ന് ഇന്ത്യയിലായിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഒരിക്കലും നമ്മുടെ പഴയകാല ചരിത്രം, വിവാഹത്തിന് മുമ്പുള്ള ചരിത്രങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല. എപ്പോഴാണോ നീ വിവാഹം ചെയ്യുന്നത് ആ നിമിഷം മുതലാണ്
ആ വ്യക്തി നിൻ്റെ ഭർത്താവായി മാറുന്നതും നിൻ്റെ ഭാര്യയായി മാറുന്നതും. അതുകൊണ്ട് നിൻ്റെ ഇന്നലെകളെ ചകഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുടുംബങ്ങളിലുണ്ട്, വിവാഹമൊക്കെ കഴിഞ്ഞ് 10-30 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ നാളുകളിൽ നീ എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞില്ലേടി, എൻ്റെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞില്ലേടി, എൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് താൻ ഇങ്ങനെ പറഞ്ഞില്ലേടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. കണ്ടോ, പഴയ കാലങ്ങളെ ചകഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ല. ഇന്നലെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത് 4 ചിറകുകൾ വെച്ച മാലാഖമാരും അല്ലല്ലോ, അല്ല, ബലഹീനനും പാപികളുമായ മനുഷ്യരാണ്. ഇന്നുകളിൽ ജീവിക്കുക, ഇന്നുകളിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. കൈയൊന്ന് വീശിയേ. ചരിത്രത്തെ തേടി പോകണം പറയ്. കൈവീശൽ നിർത്ത്. ചരിത്രത്തെ തേടി പോകണമെന്ന് പറയും. ചരിത്രത്തെ തേടി പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഓർക്കുന്നുണ്ടോ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? അച്ഛനെ നോക്കി പറയും. പ്രാർത്ഥനയില്ലായ്മ, അലസത, മന്ദത, ഉദ്ദണ്ഡൻ, എതിർത്ത് ശത്രുക്കളോ, ബന്ധുക്കൾ, ശത്രുക്കൾ, കർക്കശ പ്രകൃതി, നിരാശ, അതൃപ്തി, കഴിഞ്ഞ കാല ചരിത്രത്തെ തേടി കുറ്റപ്പെടുത്തുന്നത്. അടുത്തത് ബഹുമാനമില്ലായ്മ. ബഹുമാനമില്ലായ്മ എപ്പോഴും നമ്മൾ കുടുംബജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 പേരും തുല്യരാണ്. മനസ്സിലായോ? 2 പേരും തുല്യരാണ്. ഓക്കെ, 2 പേരും തുല്യരാണ്. ഒരാൾക്ക് മുകളിലല്ല. ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണ് ഞാനാണ് വലിയ ആളെന്ന് ചിന്തിക്കുന്നിടത്ത് ജീവിതത്തിൽ അപകടങ്ങൾ വന്നു തുടങ്ങാനായിട്ട് സാധിക്കും. എന്നെ ബഹുമാനിക്കണം, ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കേസ് ഞാൻ ഓർക്കാണ്. ഈ ചെറുക്കനുണ്ടല്ലോ, ഈ ചെറുക്കൻ്റെ അമ്മയെ കണ്ടു വളർന്നതാണ്. അതായത് അമ്മ കെട്ടി വന്ന കാലം മുതൽ അടുക്കളയിൽ ഇങ്ങനെ ജീവിച്ച് അത് പുറത്തൊന്നും പോവില്ല. ഒരു 50 പേര് വിരുന്നുകാർ വന്നാലും ആ സ്ത്രീ ഒറ്റയ്ക്ക് അടുക്കളയിൽ പണിയെടുത്ത് പാത്രമൊക്കെ കഴുകി ജീവിക്കണം. അടുക്കളയിൽ 10-40 വർഷമായിട്ട് അമ്മ ജീവിക്കുകയാണ്. എന്നാൽ ആ അമ്മ ആരോടും ഒരു കുറ്റം പറയുന്നില്ല, ഒരു പരിവേദന, ഒന്നും മുറുമുറുക്കി ഒന്നുമില്ല. അവസാനം ചെക്കൻ വലുതായി പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നപ്പോൾ ഈ ചെറുക്കൻ്റെ വിചാരം എന്താ? പെണ്ണ് എന്തിനുള്ളതാ? എന്തിനുള്ളതാ? അടുക്കളയിൽ പാത്രം കഴുകാനുള്ളതാണ്, പുറത്തു പോകാനുള്ളതല്ല. പാത്രം കഴുകുക, തുണി അലക്കുക, അമ്മയിലിട്ട് അരക്കുക, വേറെ തൊഴിലൊന്നും പെണ്ണിന് പാടില്ലെന്നുള്ളൊരു എന്താ പറയുക, ഡോമിനൻ്റ് മെൻറ്റാലിറ്റിയാണ് ഈ ചെറുക്കൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അങ്ങനെ നിൽക്കത്തില്ല. പഴയ അമ്മമാർ സഹിച്ച് നിൽക്കുന്നത് പോലെയൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുകയും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് തുല്യത എപ്പോഴും ഉണ്ടാവണം. വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങി ഇപ്പോൾ വേറെയാണ് താമസിക്കുന്നത്, അവന് അടിമയാണ് വേണ്ടത്, സ്ത്രീയല്ലേ വേണം. എന്നിട്ട് അവസാനം സംസാരിച്ച് കഴിഞ്ഞാൽ പോകാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ ജോലിയൊക്കെ എടുത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ സ്നേഹിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന്, എനിക്ക് വേറെ പെണ്ണിനെ കിട്ടുമെന്ന്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്ക് വേറെ കിട്ടും, എൻ്റെ കൂടെ ഇങ്ങനെ അടിമപ്പണി ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി എന്ന്. കയ്യൊന്ന് വീശിയേ. കണ്ടോ, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ബഹുമാനം ഉണ്ടായിരിക്കണം. നമുക്ക് പരസ്പരം ജീവിത പങ്കാളികൾ തമ്മിൽ തുല്യരാണെന്നുള്ളൊരു ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് സാധിക്കണം. അടുത്ത ചിന്തയാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, സംസാരമില്ലായ്മ എന്ന് ഇതിലും മതി. കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ സംസാരമില്ലായ്മ, അല്ലെങ്കിൽ തുറവിയില്ലായ്മ, എന്ത് വേണമെങ്കിലും എഴുതി വയ്ക്കാം. നമ്മളുടെ കുടുംബങ്ങളിൽ വരുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. എന്തെങ്കിലും വിഷമോ നീരസോ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ സങ്കടമോ ഒക്കെ മനസ്സിൽ വന്ന ഉള്ളിലിങ്ങനെ വീർപ്പിച്ച് മിണ്ടാതെ ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ നടക്കും. സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അവരെല്ലാം ക്ഷമിക്കും, പക്ഷെ ഒന്നും മറക്കൂല. ശരിയാണെന്ന് എനിക്കറിയത്തില്ല. സ്ത്രീകൾ എല്ലാം ക്ഷമിക്കും, പക്ഷെ മറക്കത്തില്ല. ഈ 1991 അന്ന് അങ്ങനെ ചെയ്തില്ലേ, താൻ ഇങ്ങനെ പറഞ്ഞില്ലേ, അത് കൃത്യസമയം ടീച്ചർ മറന്നു പോകും അല്ലേ? ഭയങ്കര ഭാഗ്യമുണ്ടത്. എന്നാലും പൊതുവേ ഞാൻ കണ്ടിരിക്കുന്ന സ്ത്രീകൾ മറക്കില്ല. എൻ്റെ വീട്ടിലുണ്ടല്ലോ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു തരും, ഏത് വർഷമാണ് ഏത് ഡേറ്റ് ആണെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ. ഒരുമിച്ചിരുന്ന് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തീർക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ വാതർന്ന് തല്ലി പിടിച്ച് ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ അത് തീരുന്നേ. ഇത് തല്ലും പിടിക്കൂല, കരയുമില്ല. വീടിൻ്റെ അകത്ത് കഥകടച്ചിരുന്ന് സൂര്യ ടി വിയിലെയും കൈരളിയിലെയും ഏഷ്യാനെറ്റിലെയും തീരാരോധനങ്ങൾ, തീരാത്ത കഥകൾ കണ്ട് സീരിയലുകൾ കണ്ട് ഇങ്ങനെ വേദന മുറ്റി ഇങ്ങനെ നിൽക്കും. ഒന്ന് പൊട്ടിത്തെറിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇന്നത്തെ കാലഘട്ടം പഴയതുപോലെയൊന്നുമല്ല. ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ എത്ര പേരുണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ? ഒന്ന് കൈവയ്ക്കും. ഇപ്പോൾ ചോദിച്ചു വരുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഇത്രയും പേരുണ്ടല്ലേ? ആ, വെരി ഗുഡ്. ഇനി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തവരോട് അച്ഛൻ പറയാണ്, കുടുംബജീവിതം നരകമാക്കി മാറ്റുന്ന മെയിൻ കാരണം ഇതാണ്, തുറവിയില്ലായ്മയാണ്. ഒരുമിച്ചുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാത്തതാണ്. ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കണം. ഒരുമിച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. അടുത്തതാണ് ദാമ്പത്യ അവിശ്വസ്തത. ഇതാണ് വളരെ സിവിയറായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പെരുകി വരുന്ന ഒരു മഹാവിപത്താണ് ഈ ദാമ്പത്യ അവിശ്വസ്തത എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ടാണ് അച്ഛൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. ദാമ്പത്യ അവിശ്വസ്തതകൾ ഇന്ന് പെരുകി വരികയാണ്. വാട്സപ്പും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഓർക്കുട്ടും എല്ലാ മീഡിയാസിലൂടെയൊക്കെ ദാമ്പത്യ അവിശ്വസ്തതകൾ ഇങ്ങനെ പെരുകി വരാണ്. ഒരിക്കലും അവർക്കാണ് +2 പഠിക്കുന്ന ഒരു പെങ്കൊച്ച് എക്സാമിൻ്റെ സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി നിനക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? ഒരു ദിവസം ഓൺലൈനിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് പപ്പയുടെ മൊബൈലെടുത്താണ് നിന്നത്. മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് പപ്പയുടെ മൊബൈലിൽ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് വന്നു. ആരോ മെസ്സേജ് അയച്ചേക്കാണ്. മെസ്സേജ് തുറന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു സ്ത്രീയുടെ നഗ്ന വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അനാവശ്യമായ വീഡിയോ കോളുകളൊക്കെ പപ്പ നടത്തിയേക്കാണ് കണ്ടോ. പപ്പയെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ അത്രയും നാളൊരു വിശുദ്ധനായ മനുഷ്യനായിട്ട്, ഒരു മോഡലായ മനുഷ്യനായിട്ട് ആ പെൺകുട്ടി കണ്ടേക്കുമായിരുന്നു. ഒരു ചീട്ടുകൊട്ടാരം പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ പെൺകുട്ടിയുടെ മുന്നിൽ തകർന്ന് വീഴുമായിരുന്നു. നോക്കിയേ, ദാമ്പത്യ അവിശ്വസ്തതകൾ പെരുകി വരുന്ന കാലഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. വിവാഹം ഒരു പുരുഷനുണ്ടായിരിക്കെ, ഒരു സ്ത്രീ ഉണ്ടായിരിക്കെ സ്നേഹം തേടി പുറത്തു പോകുന്നതിനെയാണല്ലോ നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത്. ആറാം പ്രമാണ ലംഘനം നമ്മുടെ ജീവിതത്തിൽ ബന്ധനമുണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊരു ബൈൻഡിങ് സിന്നാണെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ദൈവം പറയുന്നുണ്ടല്ലോ, മണിയറ ഒരിക്കലും അശുദ്ധമാക്കാൻ പാടില്ല. നല്ല കാലഘട്ടത്തിൽ ശരീരത്തിന് നല്ല ചെറുചുറുക്കുള്ള സമയത്ത്, നമ്മുടെ ആത്മാവിനും മനസ്സിനും ഒക്കെ നല്ല കരുത്തുള്ള സമയത്ത് പല പുരുഷന്മാരെയും പല സ്ത്രീകളെയും തേടി പോയാൽ ശരീരം ചുളുങ്ങി തുടങ്ങി മുന്നോട്ട് ജീവിതങ്ങൾ, അടുത്ത തലമുറകൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ശാപങ്ങൾ അടുത്ത 4 തലമുറ വരെ ആ കുടുംബത്തിലുണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദനയാണ് ദാമ്പത്യ അവിശ്വസ്തത എന്ന് പറയുന്നത്, അല്ലേ? വേറെ എല്ലാം നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നേ. മദ്യപാനിയാണെങ്കിലും സംശയക്കാരനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറ്റിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചവർ പറ, സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ ജീവിച്ചിട്ട് മറ്റൊരാളെ തേടിപ്പോവാന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൊറിബിൾ. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം എൻ്റെ അടുത്തൊരു ഫാമിലി, ഒരു ചെറുക്കനും പെണ്ണിനും കാണാൻ വന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. പാവം പറയുകയാണ്, അച്ഛാ അവളെന്നെ വഞ്ചിച്ചു, വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായച്ച. അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. ഉപേക്ഷിക്കണമെന്നല്ല, ആദ്യം അവൻ ഒറ്റയ്ക്കൊരു ധ്യാനത്തിന് വന്നു. അച്ഛാ അവളെ ഉപേക്ഷിക്കണമെന്ന് തീരുമാനമായിട്ടാണ് വന്നത്. പക്ഷെ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്, കർത്താവ് അൾത്താരയിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചതല്ലേ, എങ്ങനെ ഉപേക്ഷിക്കച്ചാ? അൾത്താരയിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചതല്ലേ, എങ്ങനെ ഉപേക്ഷിക്കച്ചാന്ന്?
രണ്ടാമത് അവൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അവൾ രണ്ടാമത്തെ ഒരു ബന്ധം ഉണ്ടാക്കിയേക്കണം. രണ്ടാമത്തെ ഒരു ബന്ധം ഉണ്ടാക്കണം. തകർന്ന് അവൻ അവളെയും വിളിച്ചുകൊണ്ട് ധ്യാനത്തിന് വന്നു. രണ്ടും കൂടി എൻ്റെ ഫ്രണ്ടിൽ വന്നതാണ്. എന്നിട്ട് അവൾ എന്നോട് പറയുന്നൊരു കാര്യം, അച്ഛാ എനിക്ക് പേടിയാണ്, ഞാൻ ഇനിയും വീണു പോകുമെന്ന്. ധ്യാനം കഴിഞ്ഞിട്ട് അവൾ എന്നോട് പറയണം, അച്ഛാ ഇനിയും ഞാൻ വീണു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, അച്ഛൻ ഞാൻ എന്ത് വന്നാലും അവൾ ഉപേക്ഷിക്കില്ല, എന്ത് വന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല. എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. 2 മക്കളും ഉണ്ട്, 2 ആൺമക്കളുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. എനിക്ക് ശരിക്കും ഞാൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കേണ്ടി തോന്നി ആ മനുഷ്യനെ. ദൈവത്തിൻ്റെ മനസ്സുള്ളൊരു മനുഷ്യൻ. നമ്മൾ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കരുത്. ആ പെണ്ണ് ഇങ്ങനെ ഇരുന്ന് കരയാണ്, അച്ഛാ എന്ത് ചെയ്യും. ബലഹീനത കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മാനുഷികമായ ബലഹീനത കൊണ്ടായിരിക്കാം. എങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് ബന്ധനം ഉണ്ടാക്കോട്ടോ, ശാപം വരുത്തോട്ടോ കുടുംബത്തിൽ, ഭർത്താവിനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, ചതിക്കരുത്, ബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തായാലും ഇപ്പോൾ നല്ല ജീവിത രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. നമുക്കറിയത്തില്ല, കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പുറത്തൊക്കെ നമ്മളിങ്ങനെ മാന്യന്മാരായിട്ടൊക്കെ നടക്കുമെങ്കിലും ഉള്ളിലിങ്ങനെ ദാമ്പത്യ അവിശ്വസതകളൊക്കെ വന്നിട്ട് തകർന്ന കുടുംബങ്ങൾ. ചില അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ഉണ്ട്, കെട്ടിപ്പോയല്ലോ എന്നുള്ള ചിന്തയിൽ വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവർ. ദാമ്പത്യ അവിശ്വസത പിടികൂടിയിട്ട് 2 മുറിയിലായിരിക്കും താമസിക്കുക. ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് 2 മുറിയിലായിരിക്കും താമസിക്കുക. 19 വർഷമൊക്കെ ഒരുമിച്ച് ജീവിക്കും, ആരും അറിയില്ല. പുറത്ത് പൊട്ടിയിട്ട് പൗഡർ ഇട്ടിങ്ങനെ ജീവിതം പോവും. അങ്ങനെ നരകതുല്യം ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ എത്രയോ പേരെ കണ്ടിരിക്കുന്നു. നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെയായിരുന്നു കുടുംബം എന്ന് നമുക്ക് മനസ്സിലാവുക. പുറത്തൊരു കുഴപ്പമുണ്ടാവില്ല, മരിക്കുന്നത് വരെ അവർ ഒരുമിച്ച് ജീവിക്കും. പക്ഷേ ചതി, വഞ്ചനയൊക്കെ കാരണം ക്ഷമിക്കാൻ പറ്റാതെ ഇതുങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിക്കുന്നു. മക്കളുള്ളത് കൊണ്ട് വേർപെടാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ചതിക്കാൻ പാടില്ല. ജീവിത പങ്കാളിയെ നീ ചതിച്ചാൽ ദൈവം നിന്നോട് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. 6-ാം പ്രമാണ ലംഘനം, ദാറ്റ് ഈസ് എ മോർട്ടൽ സിൻ, മാരകപാപമാണ്. അത് നിൻ്റെ കുടുംബത്തിൽ ബന്ധനം ഉണ്ടാക്കും, ശാപം ഉണ്ടാക്കും. കേട്ടോ, 4 തലമുറ വരെ അതിൻ്റെ ഒരു ശാപം ഈ കുടുംബങ്ങളിൽ ഉണ്ടാവും, 100% ഉണ്ടാവും. ആ കുടുംബങ്ങളിൽ തകർച്ച ഉണ്ടാവും. ഈ ഒരു കാര്യം കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നീ വേലി ചാടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ മതിൽ ചാടും, ഉറപ്പാ. ശ്രദ്ധിച്ച് കേട്ടോ, നീ വേലി ചാടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ മതിൽ ചാടും. എന്നിട്ട് ചാടുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ പിശാച് കാണിച്ചു തരും. നീ വേലി ചാടിയല്ലേ, എന്തേ നിൻ്റെ മക്കൾ മതിൽ ചാടുന്നു. അപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിലിരിപ്പ് അത്രയും മോശമായിരുന്നു. കയ്യൊന്ന് വീശിയേ. എപ്പോഴെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നല്ല മാതാപിതാക്കൾക്കാണ് നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നല്ല വിശുദ്ധരായ മാതാപിതാക്കൾക്ക് നല്ല വിശുദ്ധരായ മക്കൾ ഉണ്ടാവുള്ളൂ. ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായി മാറിയത്? അപ്പോൾ നമ്മൾ അന്വേഷിക്കും, നല്ല സൂപ്പർ മക്കളായിരിക്കും, മാതാപിതാക്കളായിരിക്കും, നല്ല വിശുദ്ധരായ മാതാപിതാക്കൾക്കായിരിക്കും. ഞാൻ ഈ 6-ാം പ്രമാണ ലംഘനവും 1-ാം പ്രമാണ ലംഘനമൊക്കെ തെറ്റിച്ച് പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും ഒക്കെ നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈശോയേ എൻ്റെ മകനെ വിശുദ്ധനാക്കണേ, എൻ്റെ മകളെ വിശുദ്ധിയാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആദ്യം നീ നന്നാവ്, എന്നിട്ട് നിൻ്റെ മക്കളെ നന്നാക്കാൻ നടക്കേ. കർത്താവ് പറയില്ലേ, ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നീ നല്ല അത്തിവൃക്ഷമാണെങ്കിൽ മാത്രമേ നിന്നിൽ നല്ല ഫലം വരുള്ളൂ. നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും, ചീത്ത വൃക്ഷം എപ്പോഴും ചീത്ത ഫലം പുറപ്പെടുവിക്കുള്ളൂ. കൈയൊന്ന് വീശേ, ശരിക്കും ഒന്ന് വീശേ, 2 കൈയും വീശേ. ഇനി എഴുതി വെച്ചോ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുടുംബത്തെ നരകമാക്കാൻ സഹായിക്കുന്ന പുണ്യങ്ങൾ ആണോ? കാര്യങ്ങൾ, കുടുംബത്തെ നരകമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എഴുതി വയ്ക്കുക, ഭാര്യമാർ എങ്ങനെ ജീവിക്കണം. എഴുതി വയ്ക്കുക കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭാര്യമാർക്ക് വേണ്ടിയിട്ട്. പുരുഷന്മാർ കുറച്ചുള്ളൂ. ഭാര്യമാർ എങ്ങനെ ജീവിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്നവരും തീയതിയൊക്കെ തീരുമാനിച്ചവരും വിവാഹജീവിതം നയിക്കുന്നവരും ഒക്കെ കേൾക്കാൻ വേണ്ടി അച്ഛൻ പറയുകയാണ്, ഭാര്യമാർ എങ്ങനെ ജീവിക്കണം. ഒന്നാമത്തേത് എഴുതി വെച്ചോ,
ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായി ജീവിക്കണം. ഞാൻ പറയുന്നതല്ല, ഫെമിനിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ പൊങ്കാലയിടരുത്. വചനം പറയുന്നത് മാത്രമേ അച്ഛൻ പറയുള്ളൂ. ഇനി അങ്ങോട്ട് വചനം ഞാൻ കോട്ട് ചെയ്യും കേട്ടോ. വചനം എഴുതി വെച്ചു, എഫേസ്യോസ് 5:22, കൊളോസോസർക്ക് എഴുതിയ ലേഖനം 3:19. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം കേട്ടോ. 2 പേരും കൂടി ബോസ് കളിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്പനിയിലും നിങ്ങൾ നോക്കിക്കോ, ഒരു ബോസേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ബോസുമാരായിരിക്കില്ല. 2-3 ബോസുകൾ വന്ന കമ്പനി തകർന്നു പോകും. അപ്പം അതുകൊണ്ട് ഒരു തലേ ഉണ്ടാകാൻ പാടുള്ളൂ. കർത്താവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ആ തല ആരാണ്? ഭർത്താവാണ് കേട്ടോ. ഭർത്താവിന് നമ്മൾ ആ ബഹുമാനം എപ്പോഴും കൊടുക്കണം. ദൈവം ഭർത്താവിനെയാണ് തലയാക്കി വെച്ചിരിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കണം. രണ്ടാമത്തേത്, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. എഫേസ്യോസ് 5:23 വചനം എഴുതി വെച്ചോ. എഫേസ്യോസ് 5:20 ഇതൊക്കെ വീട്ടിൽ പോയി വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഫേസ്യോസ് 5:23 ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബഹുമാനിക്കണം. ഭാര്യമാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. മൂന്നാമത്തേത്, ഭാര്യ ഭർത്താവിനോട് ആദരപൂർവകമായും നിഷ്കളങ്കമായും പെരുമാറണം. ഭാര്യ ഭർത്താവിനോട് ആദരപൂർവകമായും നിഷ്കളങ്കമായും പെരുമാറണം. 1 പത്രോസ് 3:2 വായിക്കണം, വീട്ടിൽ പോയിട്ട് വായിക്കണം. 1 പത്രോസ് 3:2 ആദരപൂർവകമായും നിഷ്കളങ്കമായും പെരുമാറണം. അത് ഭർത്താവിൽ മാനസാന്തരമുണ്ടാക്കും. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇന്നത്തെ പൊട്ടി പെണ്ണുങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യമാണ്. ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, അച്ഛാ ഇവക്ക് ഒന്നും കുക്ക് ചെയ്യാൻ അറിയത്തില്ല അച്ഛാ. ഈ കല്യാണം കഴിഞ്ഞിട്ട് 3-3.5 വർഷമായി, ഒന്നും കുക്ക് ചെയ്യാൻ അറിയത്തില്ല. പെൺകുട്ടികളോട് അച്ഛൻ പറയുകയാണ്, പുരുഷന്മാരുടെ മനസ്സിലേക്കുള്ള വഴി വയറ്റിലൂടെയാണ് കേട്ടോ. അവർ ചിന്ത എപ്പോഴും ഉണ്ടാവണം. നല്ല ഭക്ഷണം കൊടുത്തോ, നല്ല തന്തൂരിയൊക്കെ പുഴുകി കൊടുത്തോ, അവർ സന്തോഷമായിരിക്കും. നല്ലൊരു ശതമാനം പുരുഷന്മാരും അങ്ങനെയാണ്, എക്സെപ്ഷൻ എല്ലാ കേസിലും ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെയൊക്കെ ഭർത്താക്കന്മാരെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മുൻചുണ്ടിയൊക്കെ കാണിച്ച് പ്രതികാര മനോഭാവവും ബഹുമാനമില്ലാത്ത പെരുമാറ്റത്തിലൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുടുംബജീവിതം കരിഞ്ഞ തന്തൂരി പോലെ ആകുമെന്നല്ലാതെ ഒരിക്കലും സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തത് 1 പത്രോസ് 3:3-4 വചനം മാത്രം എഴുതി വെച്ച്. 1 പത്രോസ് 3:3-4 1 പത്രോസ് 3:3-4 ബാഹ്യമൊടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. മൂന്നാമത്തെ ചിന്ത ഇതാണ്, ആന്തരിക വ്യക്തിത്വത്തെ വിശുദ്ധമാക്കാൻ പരിശ്രമിക്കുക. വചനം എഴുതി വെച്ചില്ലേ, ആന്തരിക വ്യക്തിത്വം, നല്ല വിശുദ്ധമായ ആന്തരിക വ്യക്തിത്വം, നല്ല ആത്മീയതയുള്ള ആന്തരിക വ്യക്തിത്വമായിട്ട് രൂപാന്തരപ്പെടുക. അമ്മ പ്രധാനമായിട്ട് ഞാൻ പറയാണ്, അമ്മ കുടുംബത്തിൽ പ്രാർത്ഥിച്ചില്ലേ, അപ്പന്മാരെ പിന്നെയും നമുക്ക് എക്സെപ്ഷൻ കൊടുക്കാം. അമ്മമാർ കുടുംബത്തിൽ പ്രാർത്ഥിച്ചില്ലേ, മക്കൾക്കാർക്കും പ്രാർത്ഥന ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്കും പ്രാർത്ഥന ഉണ്ടാവില്ല. നമ്മുടെ ആണുങ്ങളുടെ ഒരു പ്രത്യേകത വെള്ളം പോലെയാണ്. ഏത് വെള്ളത്തിന് ഗ്ലാസ്സിലിട്ട് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ രൂപം, കിണറ്റിൽ വീണഞ്ഞ കിണറിൻ്റെ രൂപം, കടലിൽ പോയാൽ കടലിൻ്റെ രൂപം. ഇതുപോലെയാണ് ആണുങ്ങൾ. സ്ത്രീകൾ അങ്ങനെയല്ല, ഉറച്ച തീരുമാനങ്ങളൊക്കെ ശക്തമായി എടുക്കാനും നയിക്കാനും കഴിവുള്ളവരാണ്. സാധാരണ ഇങ്ങനെ പറയൂലേ, ജീവിതത്തിൽ ഈ ഭാര്യയും ഭർത്താവും കൂടി പ്രായമായി കഴിയുമ്പോൾ ആദ്യം ഭർത്താവ് മരിക്കണമെന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആദ്യം ഭർത്താവ് മരിക്കണം. കാരണം ഭർത്താവിന് ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പേസ്റ്റ് എടുത്ത് കൊടുക്കുന്നതും ഭക്ഷണം ഉരുട്ടി കൊടുക്കുന്നതും ഡ്രസ്സ് അലക്കി കൊടുക്കുന്നതും മരുന്നെടുത്ത് കൊടുക്കുന്നതും രാത്രി കിടക്കാൻ നേരത്ത് താരാട്ട് പാടുന്നതെല്ലാം ഭാര്യയാണ്. മനസ്സിലായോ? നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭാര്യയാണ്. ഭാര്യ ആദ്യം മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് മരിക്കും ഭർത്താക്കന്മാർ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പെട്ടെന്ന് ഭർത്താക്കന്മാർ മരിക്കും. ഭാര്യയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാർ ആദ്യം മരിക്കും. എന്നാൽ ഭർത്താവാണ് ആദ്യം മരിച്ചാലും ഭാര്യമാർ 100 വർഷം കൂടി ഇനിയും ജീവിക്കും. കാരണം എന്താ പറയുമോ, സ്വയം ജീവിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ്. സ്വയം കുക്ക് ചെയ്യും, സ്വയം തേക്കും, സ്വയം പള്ളി എല്ലാം സ്വയം ചെയ്യാനുള്ള കഴിവുണ്ട്. നല്ല ഉൾക്കരുത്തുള്ളവരാണ് സ്ത്രീകൾ. പുരുഷന്മാർ നമ്മൾ ഈ പുറത്ത് കാണുന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ ചേട്ടനൊക്കെ ആര്
ബാബരേട്ടനൊക്കെ ഈ കാണുന്ന മാത്രമേ ഉള്ളൂ. ഉള്ളു മാടപ്രാവൻ്റെ പോലെയാണ്. 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. മാടപ്രാവൻ്റെ പോലെ ഉരുകുന്ന മനസ്സാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആന്തരിക വ്യക്തിത്വം, നല്ല ആത്മീയതയിലേക്ക് കുടുംബത്തെ നയിക്കാനായിട്ട് ഭാര്യമാർ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? തീർന്നു. അപ്പം ഞാൻ വെറുതെ പൊക്കി പറയുന്നല്ല. നമ്മുടെ ടീച്ചർ റോസമ്മ ടീച്ചറിൻ്റെ മക്കളാണെങ്കിലും ആ കടുക്കാച്ചികൾ ചെറുതുങ്ങളാണെങ്കിലും അയ്യോ, ഇപ്പം മോൻസിഞ്ഞൂറും പറയും ചില സമയത്ത്, ഇതുങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വചനമൊക്കെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ടീച്ചർ കാരണമാണ്. വെറുതെയാണ് ഞാൻ പറയുന്നത്. അമ്മ വീട്ടിൽ എങ്ങനെയാണ് അതുപോലെ മക്കളുണ്ടാവുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ കൊച്ചുങ്ങൾ, ഉണ്ണിമോള്, അതോടൊപ്പം തന്നെ നമ്മുടെ പേര് മറന്നല്ല അച്ഛൻ, ജോവിറ്റ. പിന്നെ ആൽബർട്ട് വന്നില്ലെന്ന്. ആൽബർട്ട് അവിടെ പോയി, അമ്മേൻ്റെ വീട്ടിൽ പോയി അല്ലേ, അവൻ്റെ അമ്മയുടെ കൂടെ പോയേക്കാൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, അതെന്തുകൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ആയതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ, ഇപ്പോൾ ടീച്ചർ കാറ്റഗിസ് അധ്യാപികയാണ്, തങ്കമ്മ ടീച്ചർ അല്ലേ, കാറ്റഗിസ് അധ്യാപിക, അവർ പഠിപ്പിക്കുന്നതാണ്. അതൊക്കെ ഉണ്ട്. നല്ല അമ്മമാരുള്ള കുടുംബങ്ങളിൽ മക്കൾ നന്നാവും. അല്ലാണ്ട് അപ്പന്മാരായിട്ടൊന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കുക. ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. നല്ല അമ്മയുണ്ടോ, നല്ല ആന്തരിക വ്യക്തിത്വമുള്ള അമ്മയുണ്ടോ, ഇതായിട്ട് മാറും. അതല്ല കുറേ സ്വർണവും പുട്ടിയൊക്കെ ഇട്ട് നടന്നിട്ട് ഒരാത്മീയത മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒന്നും കിട്ടൂല നിങ്ങൾക്ക്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തത് പ്രഭാഷകൻ 26:2. നല്ല ഭാര്യ സ്വന്തം സന്തോഷത്തേക്കാൾ ഭർത്താവിൻ്റെ സന്തോഷം അന്വേഷിക്കും. എഴുതി വെച്ചോ. നല്ല ഭാര്യ സ്വന്തം സന്തോഷത്തേക്കാൾ ഭർത്താവിൻ്റെ സന്തോഷം അന്വേഷിക്കും. പ്രഭാഷകൻ 26:2. പുസ്തകമൊന്നുമില്ല, എന്നെ നോക്കി ചിരിച്ചിരുന്നോ. എത്ര ആഴ്ചയായിട്ട് ഇവിടെ വരുന്ന? തെലുങ്കത്തിയാണെങ്കിൽ ഞാൻ ക്ഷമിക്കും. ഇത് കഴിയുമ്പോൾ ഞാൻ കാണുന്നുണ്ട് തെലുങ്കത്തിയാണെന്ന് തോന്നണം, മലയാളം അറിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പ്രഭാഷകൻ 26:2. ആൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ട്, ആൾ ചിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. പ്രഭാഷകൻ 26:2. അപ്പോൾ നല്ല ഭാര്യ, അമ്മണിയമ്മേ, നല്ല ഭാര്യ സ്വന്തം സന്തോഷത്തേക്കാൾ ഭർത്താവിൻ്റെ ഇഷ്ടം സന്തോഷിക്കും. ഇപ്പോൾ ശോഭാമ്മയ്ക്ക് ഇപ്പോൾ കേടായി ചിക്കനാണ് ഇഷ്ടമെന്ന് വിചാരിച്ചോ? പക്ഷേ ഞങ്ങളുടെ ചേട്ടന് ഇഷ്ടം തന്തൂരി ചിക്കനാണെന്ന് വിചാരിച്ചോ? അപ്പോൾ എന്തുണ്ടാക്കി കൊടുക്കും? ഏതായിരിക്കും ഉണ്ടാക്കാൻ പോവുക? തന്തൂരി ചിക്കൻ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടമല്ല ഭർത്താവിൻ്റെ ഇഷ്ടം. ചില ആളുകൾ പറയാറുണ്ട്, ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് കാപ്പി കുടിക്കാൻ തുടങ്ങിയത്. കാരണം എന്താ? ചേട്ടായിക്ക് ഇഷ്ടം കാപ്പിയാണ്. ചിലപ്പോൾ ചെറുക്കന്മാർ പറയും, ഞാൻ ഇത്രയും നാളും ചായ കുടിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കാപ്പിയിലോട്ട് മാറാൻ കാരണം എന്താ? പെണ്ണിന് ഇഷ്ടം കാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് മാറി. കണ്ടോ, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മറിയും. ഇപ്പോൾ നമുക്ക് സ്നേഹമുള്ളപ്പോൾ, സ്നേഹമില്ലാതിരിക്കുമ്പോൾ നമുക്ക് മാറാൻ ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? ബുദ്ധിമുട്ടായിരിക്കും. സ്നേഹമുള്ളിടത്ത് നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല ഭാര്യ സ്വന്തം സന്തോഷത്തേക്കാൾ ഭർത്താവിൻ്റെ സന്തോഷമാണ് അന്വേഷിക്കുന്നത്. ഇനി സുഭാഷിതങ്ങൾ 31:17 എഴുതി വെച്ചോ. സുഭാഷിതങ്ങൾ 31:17. വീണ്ടും അച്ഛൻ പറയാണ്, പുസ്തകം പേനയും കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ നോക്കി ചിരിച്ചു നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഉറങ്ങിപ്പോവും. സുഭാഷിതങ്ങൾ 31:17. നല്ല ഭാര്യ ജോലികൾ ഉത്സാഹത്തോടെ ചെയ്യും. നല്ല ഭാര്യ ജോലികൾ ഉത്സാഹത്തോടെ ചെയ്യും. ഇന്നത്തെ കാണുന്നൊരു ട്രെൻഡാണ്. ഞാൻ ഏത് കല്യാണത്തിന് പോയാലും പെണ്ണുങ്ങളോട് ചോദിക്കും പ്രസംഗത്തിന് സമയത്ത് കുക്ക് ചെയ്യാൻ അറിയാവുന്ന. അപ്പോൾ ആകാശത്തേക്ക് നോക്കും. ഒന്നിനും അറിഞ്ഞൂടെ കുക്ക് ചെയ്യാൻ. വീട്ടിലൊന്നും പഠിപ്പിക്കാനില്ല ഇന്നത്തെ തലമുറ. ജോലിയും പഠനവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഓംലേറ്റ് അടിക്കാനെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം, കഞ്ഞി തിളപ്പിക്കാനെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. മിനിമം കാര്യങ്ങളെങ്കിലും നിങ്ങൾ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല കുടുംബങ്ങളിലുള്ള കുട്ടികളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മിനിമം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ അച്ഛനാണല്ലോ, എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളില്ല. അറിയോ നിങ്ങൾക്ക്? ഞാനെല്ലാം കുക്ക് ചെയ്യും. പക്ഷെ സാധ്യതയില്ലാത്തത് കൊണ്ട് മാത്രമാണ്, കോൺവെൻറ്റിൽ നിന്ന് ഭക്ഷണം വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യാത്തത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടല്ലോ, പൂനെയിൽ പഠിക്കുന്ന സമയത്ത് കുക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ ഓരോരുത്തർ ഒരാഴ്ച കുക്ക് ചെയ്യണം. ഞാൻ കുക്ക് ചെയ്യുന്ന ആഴ്ച സൂപ്പറായിരിക്കും, പട്ടിണിയായിരിക്കും പാവങ്ങൾ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശ്
കൈവീശേ. ആ കേട്ടോ. ഇപ്പോൾ നല്ല ഭാര്യ ജോലികൾ ഉത്സാഹത്തോടെ ചെയ്യണം. ഇന്നത്തെ കാണുന്നൊരു ട്രെൻഡാണ് പെൺപിള്ളേർ എഴുന്നേൽക്കുമ്പോൾ, ആണുങ്ങൾ എഴുന്നേൽക്കുമ്പോൾ 10 മണി 12 മണിയൊക്കെയാവും. എഴുന്നേൽക്കൂലേ നിങ്ങൾ? പലപ്പോഴും ചെറുക്കന്മാർ രാവിലെ ജോലിക്ക് പോകേണ്ട ചെറുക്കന്മാരായിരിക്കുള്ളൂ, ഹോട്ടലിൽ നിന്ന് കഴിക്കും, സ്ഥിരമാക്കും. ഹോട്ടലിൽ നിന്ന് കഴിച്ച് വയറൊക്കെ ഇതാവും. എന്നാൽ നമ്മുടെ പെണ്ണുമ്പിള്ള എഴുന്നേക്കണ്ടേ? സ്ത്രീ എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി ഇഡ്ഡലിയും ദോശയും അരച്ചൊക്കെ കൊടുത്താലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. എഴുന്നേക്കേണ്ടത് ഇത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 10:30 11 മണിയാവും. നല്ല ഭാര്യ ജോലികൾ ഉത്സാഹത്തോടെ ചെയ്യും. ഫെമിനിസ്റ്റുകൾ ആരും എന്നെ പങ്കാളിയിടരുത്. വചനം പറയുന്നത് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചില സമയത്തുണ്ടല്ലോ വിവാഹമൊരുക്ക സെമിനാറുകൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്നെ പൊരിക്കും ചിലതുങ്ങൾ. നല്ല ബുൾഡോസർ പോലെ എന്നെ പൊരിക്കും. താങ്കൾ പുരുഷ മേധാവിയാണ്, മെയിൽ ഷോവിനിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പൊരിക്കും. ഞാൻ പറയും എൻ്റെ പൊന്നു മോളെ, വചനത്തിലുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒന്നും കൂട്ടിച്ചേർത്ത് പറയുന്നില്ല. ഞാൻ വചനം പറയണമല്ലോ, പുരോഹിതൻ എന്ന നിലയിൽ വചനം പറയണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടാ, നല്ല ഭാര്യ ജോലികൾ ഉത്സാഹത്തോടെ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മന്ദത അലസതയിൽ പെടുന്നതാണ്. വീടൊക്കെ വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കണം. വൃത്തിയായിട്ട് അടിച്ച് തുടച്ച് നോക്കട്ടെ, ഇനി വീട്ടിലോട്ടൊക്കെ വരുമ്പോൾ നോക്കട്ടെ, ഓരോരുത്തരുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കണം കേട്ടോ. നല്ല മൂലയും അരിയൊക്കെ ചേർത്ത് അടിച്ച് വൃത്തിയായിട്ടൊക്കെ നല്ല അമ്മമാരെ കാത്തു സൂക്ഷിക്കണം. പിന്നെ സുഭാഷിതങ്ങൾ 3:15 എടുത്തോ. സുഭാഷിതങ്ങൾ 3:15 ശരിക്കും ഉണ്ടല്ലോ. വചനപ്രഘോഷകരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനുള്ള മെറ്റീരിയൽ അച്ഛൻ തരുന്നത്. തമാശ, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല ഇങ്ങനെയൊക്കെ. ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഈ കുടുംബ ക്ലാസ് എടുക്കുന്ന ആളാണ്. രൂപതയുടെ എന്താ പറയുക, മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ഫസ്റ്റ് ക്ലാസ് എൻ്റെയാണ്. അറിയോ നിങ്ങൾക്ക്? പ്രീ മാരിറ്റൽ മാരേജ് കോഴ്സിന്, മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് ഫസ്റ്റ് ക്ലാസ് എൻ്റെയാണ് എല്ലാ വർഷവും. ഞാൻ എടുത്തിട്ട് അലക്കും പിള്ളേരെ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് വ്യക്തമായിട്ട്. രാവിലെ എഴുന്നേറ്റ് എല്ലാം ക്രമപ്പെടുത്തുന്നു. സുഭാഷിതങ്ങൾ 31:15 നല്ല ഭാര്യ രാവിലെ എഴുന്നേറ്റ്, അണ്ടർലൈൻ, രാവിലെ എഴുന്നേറ്റ് എല്ലാം ക്രമപ്പെടുത്തുന്നു. ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി സുഭാഷിതങ്ങൾ 31:18 സുഭാഷിതങ്ങൾ 31:18 സ്വയം പരിശോധിച്ച് അവൾ തിരുത്തുന്നു. സ്വയം പരിശോധിച്ച് അവൾ തിരുത്തുന്നു. എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? അമ്മായിയപ്പന് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സ്വയം പരിശോധിച്ച് അവൾ തിരുത്തുന്നു എന്ന് പറയുക. അടുത്തത് 31:20 സുഭാഷിതങ്ങൾ 31:20 പാവങ്ങളെയും ദരിദ്രരെയും സഹായിക്കുന്നു. എഴുതി വെച്ചോ, പാവങ്ങളെയും ദരിദ്രരെയും സഹായിക്കുന്നു. നല്ല ഭാര്യ ആരെങ്കിലുമൊക്കെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ, ഇപ്പോൾ കുടുംബത്തിൽ തന്നെ പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കണം കേട്ടോ. അടുത്തത് സുഭാഷിതങ്ങൾ 31:26 അവൾ നല്ല കാര്യങ്ങളെ സംസാരിക്കൂ. നല്ല ഭാര്യ നല്ല കാര്യങ്ങളെ സംസാരിക്കും. ഒരിക്കലും ഞാൻ ഓർക്കാണ്, ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധമുള്ളൊരു കാര്യമാണോ, ഒരാളെക്കുറിച്ചും കുറ്റം പറയാൻ പാടില്ല, തെറിവാക്ക് പറയാൻ പാടില്ല. മനസ്സിലായോ? വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള കുടുംബങ്ങൾ, ഒരാളെക്കുറിച്ചും വീട്ടിൽ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. വചനം പറയുന്നുണ്ടല്ലോ, സഭാപ്രസംഗകൻ 21:9 സഭാപ്രസംഗകൻ 21:9 കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിമ്പുറത്ത് ഒരു കോണിൽ കഴിച്ചു കൂട്ടുന്നതാണ്. ഞാൻ ഒരിക്കലും ഓർക്കാണ്, ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് രാത്രി 9 മണിയായിട്ടും സെയിൻറ്റ് ജോസഫ് പള്ളിയുടെ ഉമ്മറത്തുനിന്ന് പോകണില്ല. ടീച്ചറെ, നിങ്ങൾക്കറിയോ? ടീച്ചറിനറിയോ? അദ്ദേഹം ടീച്ചർ കൗൺസിലറാണ്, കോഴിക്കോട് നഗരസഭ കൗൺസിലർ. ഭയങ്കര വലിയ ആളാണ്. നമ്മളെയൊക്കെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന ടീച്ചറാണ്. വലിയ അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഒരു ദിവസം രാത്രി 9 മണിയായിട്ട് ഒരു പയ്യൻ പോകണില്ല പള്ളിമുറ്റത്തുനിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പള്ളിമുറ്റത്തുനിന്ന് ഇവിടെ പോകാത്ത എന്താണെന്ന്. വീട്ടിൽ പോയൊരു സ്വൈര്യം ഉണ്ടാവില്ല അച്ഛാ. അവളിങ്ങനെ കുറു എന്നും പറഞ്ഞ് ചെവി തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടൊരു കണ്ടോ, വചനം പറയുന്നുണ്ടല്ലോ, കലാകാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിമ്പുറത്ത് ഒരു കോണിൽ ഒഴിഞ്ഞുകൂടുന്നതാണ്. വീണ്ടും സഭാപ്രസംഗകൻ 21:19 കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അമ്മണിയമ്മയെ ബസ് പിടിച്ച്
സഹാറ മരുഭൂമിയിൽ ടെൻറ്റിട്ട് കിടക്കുന്നതാണ് കലഹക്കാരിയും കോപിഷ്ഠയുമായ ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ഞങ്ങളുടെ ചെറുക്കന്മാർക്ക് സമാധാനം കൊടുക്കണം. ഹലോ, സമാധാനം കൊടുക്കണം. സമാധാനം ഈ ഭൂമിയിൽ ഏറ്റവും വലുത് ഇതാണ്, സമാധാനം. പുരുഷന്മാർക്ക് ഈ ഓവർ തിങ്കിങ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. വളരെ സിമ്പിൾ ക്രീച്ചേഴ്സാണ്. സ്ത്രീകളിങ്ങനെ ചിന്തിച്ച് 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 പെരുപ്പിച്ച് വലിയ കാര്യമാക്കി എല്ലാ സമാധാനം മുഴുവനും കളയും. നമ്മൾ ചക്കയെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അവർ ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വലിയ ബോംബാക്കി മാറ്റും. സമാധാനം കൊടുക്കണം, സമാധാനം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 31:30 എഴുതിക്കോ. സുഭാഷിതങ്ങൾ 31:30. ദൈവഭക്തിയാണ് അവളെ പ്രശംസയ്ക്ക് അർഹയാക്കുന്നത്. ദൈവഭക്തി ഉള്ളവളായിരിക്കണം കേട്ടോ. ദൈവഭക്തി ഉള്ളവളായിരിക്കണം. നല്ല ഭാര്യ, അമ്മ. ഓക്കെ, ഇപ്പം അമ്മമാർക്കുള്ള ഡോസ് കഴിഞ്ഞു. ഇനി അപ്പച്ചന്മാർക്കുള്ള ഡോസിലേക്ക് പോവുകയാണ്. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതിക്കോ കേട്ടോ. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. ക്ലാസ് എടുത്ത് കൊടുത്താൽ മതി. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ ആളില്ലാണ്ടായി പോയല്ലോ, പോയേക്കാൻ, ജോലിക്ക് പോയേക്കാം അല്ലേ? എൻ്റെ അടുത്ത് ഒന്നും പറയുന്നുണ്ട്. എഫേസോസ് 5:25. എഫേസോസ് 5:25. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഭാര്യയെ സ്നേഹിക്കണം കേട്ടോ. ഭാര്യയെ സ്നേഹിക്കണം. എഫേസോസ് 5:25. ഭർത്താക്കന്മാർ എപ്പോഴും ഓർക്കണം, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് വന്നേക്കാണ്. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കടമയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടതും അവരെ കരുതേണ്ടതും എന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തേത് പ്രഭാഷകൻ 25:21. പ്രഭാഷകൻ 25:21. ഭാര്യയെ സ്നേഹിക്കേണ്ടത് അവളുടെ ധനം കൊണ്ടാവരുത്. എഴുതി വെച്ചോ. ഭാര്യയെ സ്നേഹിക്കേണ്ടത് അവളുടെ ധനം കൊണ്ടാവരുത്. ചില ആളുകൾ, വളരെ വിരളമാണ്, ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രണയിച്ച് കല്യാണം കഴിക്കും. ആരെ? ഈ ചെറുക്കനൊരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ശരിക്കും ആ പെണ്ണിനെ കെട്ടാനൊരു യോഗ്യത ഉണ്ടാവില്ല. അവൻ പുറകെ നടന്ന് ഈ പെൺകുട്ടിയെ വളച്ചെടുക്കും. ഇവളാണെങ്കിൽ വല്ല കാനഡയിലും UK ഒക്കെ ഡോക്ടറോ നേഴ്സോ വലിയ പണക്കാരിയൊക്കെ ആയിരിക്കും. പണം കണ്ടുകൊണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വിചാരിക്കും ഇല്ലെന്നുണ്ട്, എത്രയോ പേരുണ്ട്. അങ്ങനെ സ്ത്രീയുടെ ചെലവിൽ സുഭിക്ഷമായി ജീവിക്കാമെന്ന് വിചാരിച്ച് വിവാഹം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കണ്ടോ. അപ്പോൾ സ്ത്രീയെ സ്നേഹിക്കേണ്ടത്, ഭാര്യയെ സ്നേഹിക്കേണ്ടത് അവളുടെ പണം കണ്ടുകൊണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. അടുത്തത് എഫേസൂസ് 5:25 മുതൽ 27 വരെ. എഫേസൂസ് 5:25 മുതൽ 27 വരെ. എഫേസൂസ് 5:25-27. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗപൂർവം ശുദ്ധീകരിക്കണം. ഹലോ, അപ്പച്ചന്മാരോട് പറയാണ്, ഭാര്യയ്ക്ക് മദ്യപാനം ഇഷ്ടമല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ. ഭാര്യയ്ക്ക് ഇപ്പോൾ കുറ്റം പറയുന്ന സ്വഭാവം ഇഷ്ടമല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഭാര്യയ്ക്കിപ്പോൾ പരദൂഷണം പറയുന്ന സ്വഭാവം ഇഷ്ടമല്ല, ഞാൻ നിർത്തി. പുകവലിക്കുന്നത് ഇഷ്ടമല്ല, ഞാനും നിർത്തി. മദ്യപിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ നിർത്തി. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സ്വയം ശുദ്ധീകരിക്കണം. കൈവീശ്. അടുത്തത് സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. എഴുതി വെച്ചോ. സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. പിന്നെ എഫേസോസ് 5:30. എഫേസോസ് 5:30. ഭാര്യയെ വളർത്തുന്നവനാണ് ഭർത്താവ്. ക്രിസ്തു സഭയെ എന്നതുപോലെ ഭർത്താവ് ഭാര്യയെ പരിപാലിക്കണം. ഒരു കേസിൽ ഞാൻ ഓർക്കാണ്, ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നത്, അവർക്ക് ഉദര ക്യാൻസറായിരുന്നു, വയറ്റിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ എന്താണ്, ഒരു 6 മാസം മുമ്പ് ഈ പെണ്ണ് പറയുന്നുണ്ട് ഭർത്താവിനോട്, എടോ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ അറുപ്പിസ്കനാണ്, 10 പൈസ കൊട്ടൂല. ഇയാൾ എന്തോ KSBയിലായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആളായിരുന്നു. ഈ പെണ്ണ് അത്യാവശ്യം എന്തോ ഒരു ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പൈസ അയാൾക്ക് കൊണ്ട് കൊടുക്കണം. ഒറ്റ പൈസ പോലും ഈ പെണ്ണിനൊരു വസ്ത്രം വാങ്ങാനോ
വ്യക്തിപരമായിട്ട് ചിലവാക്കാനൊന്നും പറ്റൂല. ഈ ഭർത്താവ് തന്നെ പൈസ ചിലവാക്കുള്ളൂ. ഇപ്പോൾ പല പ്രാവശ്യം പറയുന്നുണ്ട് വയറുവേദന എടുക്കണം. അതുമല്ല, എന്നിട്ട് അയാൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്യാസിൻ്റെ മരുന്ന് മേടിച്ചു കൊടുക്കും, അയാൾ കഴിക്കും, ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് വേദന സഹിക്കാൻ പറ്റാതെ, ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ക്യാൻസറാണ് വയറ്റിൽ. ഡോക്ടർ പറഞ്ഞു ഇനി 2-3 ആഴ്ചയും കൂടി ഉള്ളു റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴും എന്നോട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഡോക്ടർ പറയുന്നത് കുറച്ചും കൂടി നേരത്തെ കൊണ്ടുവരുന്നെങ്കിൽ ഈ പെണ്ണിനെ രക്ഷിക്കാമായിരുന്നു. ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ പറയുന്നത് സ്വന്തം ശരീരം പോലെ ഭാര്യയെ സ്നേഹിക്കാൻ, സ്വന്തം ജീവിതം എങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ അതുപോലെ ഭാര്യയെ സ്നേഹിക്കാനും കരുതാനും പറ്റണം. പറയുന്നുണ്ടല്ലോ, നീ ഉണ്ടില്ലെങ്കിലും ഭാര്യയെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും ഭാര്യയെ ഉടുപ്പിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിത്ത് 8:7 ജഡികാഭിലാഷമല്ല നിഷ്കളങ്കമായ പ്രേമം ഭർത്താവിന് ഭാര്യയോടുണ്ടായിരിക്കണം. ജഡികാഭിലാഷമല്ല നിഷ്കളങ്കമായ പ്രേമം ഭർത്താവിന് ഭാര്യയോട് ഉണ്ടായിരിക്കണം. തോബിത്ത് 8:4 അടുത്തത്. തോബിത്ത് 8:4 ഭർത്താവ് ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കണം. വലിയൊരു കടമയാണ്. ഭർത്താവ് ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കണം കേട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.